ഗവൺമെൻറ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോഗ് ഫണ്ട്, അതായത് വിവിധ രാജ്യങ്ങളുടെ ജനാധിപത്യവും മറ്റുമൊക്കെ പുഷ്ടിപ്പെടുത്തുവാൻ നൽകിയ ഡോഗ് ഫണ്ടാണ് ഇപ്പോൾ കത്തുന്നത്. ഇന്നലെയൊക്കെ നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം വലിയ തലക്കെട്ട് നൽകിയത് ഇന്ത്യക്ക് അമേരിക്ക നൽകുന്ന ഫണ്ട് വെട്ടിച്ചുരുക്കിയെന്നാണ്. ഇന്ത്യക്ക് നൽകുന്ന ഫണ്ടല്ല, ഇന്ത്യയിലെ ഭരണം തകർക്കാനായി $21 മില്യൺ 182 കോടി രൂപ മുടക്കി അമേരിക്ക എന്നുള്ള ഈ ഡോഗ് ഫണ്ട് മൂലം ചില NGOകൾ വഴിയാണ് ഇത് മുടക്കിയത് എന്നുള്ള BJPയുടെ നിരന്തരമായ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം, ഇത് കേൾക്കാം. And $21 million for voter turnout in India. What do we need to spend $21 million for voter turnout in India? Wow, $21 million. I guess they were trying to get somebody else elected. Wow, we ought to tell the Indian government, because when we hear that Russia spent about $2 in our country, it was a big deal, right? They took some internet ads for $2,000. This is a total breakthrough. $21 million for India elections. ട്രംപ് പറഞ്ഞത് $21 മില്യൺ ഇന്ത്യയിലെ ജനാധിപത്യം പുഷ്ടിപ്പെടുത്താനും വോട്ടർമാരെ ബൂത്തിലേക്ക് ആകർഷിക്കാനും നാം എന്തിനു മുടക്കണം? ഈ പണം മുടക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കാനായിരുന്നു, ഒരു വ്യക്തിയെ താഴെ ഇറക്കാനായിരുന്നു, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ അധികാരത്തിൽ ഏറ്റാനായിട്ടാണ് ഈ പണം മുടക്കിയതെന്ന് കൃത്യമായി തന്നെ ട്രംപ് പറയുന്നു. ഒപ്പം തന്നെ ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതു സംബന്ധിച്ച് വിശദമായി തന്നെയുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറും എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി 2024 അധികാരം ഏറ്റെടുത്തപ്പോൾ അമിത്ഷാ പറഞ്ഞതും ഇതിനെക്കുറിച്ച് തങ്ങൾ അന്വേഷിക്കുമെന്നാണ്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ തന്നെ ഫണ്ട് ഒഴുക്കുകയും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവയെ വിലക്കെടുത്തുകൊണ്ട് മോദി സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുകയും ഈ രാജ്യത്തോട് താല്പര്യമുള്ള ദേശീയ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ചാനലുകളെ റേറ്റിംഗ് ഉൾപ്പെടെ കുറച്ചുകൊണ്ട് അവയെ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം തടഞ്ഞു നിർത്തുവാൻ ഈ സോഷ്യൽ മീഡിയ ഭീമന്മാർക്ക് വലിയ തുക നൽകുകയുമൊക്കെ ചെയ്തിരുന്നു. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് അന്ന് തന്നെ സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മോദി അധികാരത്തിലേറുമ്പോൾ ഇതിനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മലയാള മാധ്യമങ്ങൾ അടക്കം ഈ ലിസ്റ്റിലുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അതിനിടയിലാണ് ട്രംപ് വളരെ ക്ലിയറായി തന്നെ പറഞ്ഞിരിക്കുന്നു, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ തന്നെയാണ് ഈ ഫണ്ട് ഉപയോഗിച്ചിരുന്നതെന്നുള്ളത്. ഏതായാലും ഇന്നലെ മുതൽ വലിയ രീതിയിൽ തലക്കെട്ട് നൽകിയ മാധ്യമങ്ങളൊക്കെ ഈ ഒരു ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം വാർത്ത മുക്കിയിരിക്കുകയാണ്. ഇന്ന് ഒരു വരി പോലും ഈ ഫണ്ടിനെ കുറിച്ച് എഴുതാനോ പറയാനോ അവർ തയ്യാറായിട്ടില്ല. കാരണം അവർക്കും ഇത് തൂങ്ങുന്ന ഒരു വാള് പോലെയാണ് ഈ ട്രംപിൻ്റെ പ്രസ്താവന പലരും കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് ഇന്ത്യയിലെ 100ഓളം ചാനലുകളുടെ വിശ്വാസ്യതയായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.